ബീഹാർ വോട്ടർ പട്ടികയിൽ ആധാർ അംഗീകൃത രേഖയായി പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി. നിലവിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവരുടെ ആധാറും പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. സിബി ചേരുകയാണ്. സിബി, വിവരങ്ങൾ. ഷമി, ഈ ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ സുപ്രീം കോടതി വീണ്ടും ആ ഹർജി പരിഗണിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പരിഗണിച്ച കോടതി ഇതിൽ 65 ലക്ഷം വോട്ടർമാരുടെ പട്ടിക, അത് ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇവ പ്രസിദ്ധീകരിച്ചതായി ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. ഈ 65 ലക്ഷം പേരെ പുറത്താക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി പോലും ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വാദം. എന്നാൽ സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഈ 65 ലക്ഷം പേരെ വോട്ടർമാരുടെ കാര്യത്തിൽ അത് രാഷ്ട്രീയ പാർട്ടികൾ കൂടി അത് പരിശോധിക്കണം. അതായത് നിലവിൽ ആധാർ കാർഡ്, ഈ 11 രേഖകൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന 11 രേഖകൾ കൂടാതെ ആധാറും അംഗീകൃത രേഖയെ പരിഗണിക്കണം. നിലവിൽ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവരുടെ ആധാർ കൂടി പരിഗണിച്ചുകൊണ്ട് അവരെ വീണ്ടും ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തണമെന്നും ബീഹാറിലെ എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളെയും, ഏകദേശം 12-ലധികം അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളെയും ഇതിൽ കക്ഷി ചേർക്കുകയും ഈ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർ ഇത് പരിശോധിച്ചുകൊണ്ട് ഈ പട്ടികയിൽ പേര് ഉൾപ്പെടാത്ത എല്ലാവരെയും കണ്ടെത്തി അവരെ സഹായിക്കണമെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. പുറത്തായ 65 ലക്ഷം വോട്ടർമാരുടെ കാര്യത്തിലും ബൂത്ത് തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പരിശോധിക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബീഹാറിൽ ആകമാനം നോക്കുമ്പോൾ ഈ സംസ്ഥാനത്തിൽ ആകമാനം ഏകദേശം 1.6 ലക്ഷത്തോളം ബൂത്ത് ലെവൽ ഏജന്റുമാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. പക്ഷേ ഇതുവരെയും 2 എതിർപ്പുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഇതിൽ വലിയ ആശ്ചര്യമാണ് സുപ്രീം കോടതി നടത്തിയത്. അതിനുശേഷമാണ് പറഞ്ഞ ഈ ബൂത്ത് ലെവൽ ഏജന്റുമാർ എല്ലാ രീതിക്കും ഇത് അന്വേഷണം നടത്തിക്കൊണ്ട് വോട്ടർമാരെ സഹായിക്കണമെന്ന് ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഒന്ന്, ആധാർ ഒരു വലിയ രേഖയെ പരിഗണിക്കുമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന്, ഈ 65 ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകുമ്പോൾ അവരെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടെ തന്നെ കൃത്യമായി ഇതിലൊരു നിജസ്ഥിതി അന്വേഷിക്കുമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. സിബിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.